കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് നല്ല പനിയും തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പനി കഴിയുമ്പോൾ നമുക്ക് പനി പിടിച്ച് കിടക്കാൻ നമുക്ക് എന്തൊക്കെയൊക്കെയോ തിന്നാൻ തോന്നില്ലേ. അപ്പോൾ അതുപോലെ എനിക്കും എന്തൊക്കെയൊക്കെയോ തിന്നാൻ തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു രാത്രി നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് വേളയിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോഷ്യൽ കിച്ചണിൽ പോയതും ചൂടുള്ളൊരു കാപ്പി ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ മണിക്കുട്ടിനും കുഞ്ഞാറ്റിക്കും ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് അതാണ് മേടിച്ചത്. പിന്നെ എനിക്ക് ഏട്ടന് നല്ല ചൂടുള്ള ചപ്പാത്തി മേടിച്ചു. പിന്നെ പനിയാണെങ്കിലും ജ്യൂസ് നമ്മൾ വിടില്ലല്ലോ. അപ്പം 2 പൈനാപ്പിൾ ജ്യൂസ് കൂടെ മേടിച്ചു കേട്ടോ. 2 ദിവസം പനിക്കുമ്പോഴേക്കും ആകെ വല്ലാതായിട്ടോ, ഭയങ്കരമായിട്ടുള്ളൊരു അസുഖം പോലെയൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പനി പിടിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ 2 ദിവസമായിട്ട് കഞ്ഞിയും അച്ചാറ് തന്നെയായിരുന്നു ഗൈസ്. പപ്പടം ചുട്ടതൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും എരിവും പുളിയൊക്കെ ഉള്ളത് കഴിക്കാൻ തോന്നുമല്ലോ. ആ പ്രതീക്ഷയോടുകൂടി ഇങ്ങോട്ട് വന്നതാട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ പൊടിദോശയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടെ സ്പൈസി ആയിരിക്കുമല്ലോ. ചപ്പാത്തി ഇഷ്ടിക്കറായിരുന്നു കേട്ടോ. മറ്റേ വെജിറ്റബിൾ കുറുമ പോലുള്ളൊരു കറിയായിരുന്നു. അത് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ അതേ മസാല പൊടി ദോശയാണ്. അത് ഞാൻ കഴിച്ചില്ല, ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. ബാക്കി ഏട്ടൻ തന്നെ കേട്ടോ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിറങ്ങിയതും നമ്മുടെ തൊട്ട് തന്നെയുള്ള ഐസ്ക്രീം പാർലറിൽ എന്തായാലും കുഞ്ഞാറ്റ് കയറുന്നത് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അവിടെ കയറി ഒരു ഐസ്ക്രീം കൂടെ ഓർഡർ ചെയ്തിട്ടോ. ഞാൻ മേടിച്ചില്ല കേട്ടോ ഐസ്ക്രീം. ഇവർ 3 പേരാണ് കഴിച്ചത്. പക്ഷേ ഏട്ടൻ്റെന്ന് ഞാൻ 2-3 വായി കടിച്ചു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. കാരണം ഭയങ്കര തണുപ്പുള്ളൂ. എനിക്ക് പല്ലൊക്കെ ഇങ്ങനെ കോച്ചുന്നുണ്ടായിരുന്നു കേട്ടോ. പനി പിടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതേ മക്കളും ഏട്ടനും എല്ലാവരും കൂടെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടാ. കുഞ്ഞാറ്റ അതിൻ്റെ ഇടയിൽ വന്ന് എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട്. അവൾക്ക് നമ്മളുടെ ഐസ്ക്രീമും വേണം, എന്നാൽ അവളുടെ ഇട്ടോ തരൂല്ല കേട്ടോ. അവൾ സ്ട്രോബെറിയോ അങ്ങനെ എന്താ കേട്ടോ മേടിച്ചത്. മണിക്കുട്ടൻ ചോക്ലേറ്റ് ആണ് മേടിച്ചത്. അവിടെ നല്ല രസമാണ് കേട്ടോ. അവിടെ ഇരുന്ന് കഴിക്കാൻ നല്ലൊരു ആംബിയൻസ് ആണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്പേസ് ആണ്, പക്ഷെ നല്ല രസമാണ് കേട്ടോ. കിച്ചണിൽ വരുന്നവർ എന്തായാലും ഇവിടെ വന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് തന്നെ കേട്ടോ പോവുള്ളൂ. പിന്നെ അതേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഐസ്ക്രീം തലയ്ക്ക് കയറിയത് കൊണ്ടാണോ എന്നറിയില്ല, ഏട്ടൻ അവിടെ നിന്ന് കഥകളിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പം അന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ടാറ്റാ.